Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chacko, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic Characteristics or Nature of Financial Services from the subject Financial Services for BBA Semester 3 students of the Kerala University. Characteristics or Nature of Financial Services. From the following characteristics of financial services, we can understand their nature. First characteristic is intangibility. Financial services are intangible. Therefore, they cannot be standardized or reproduced in the same form. The institutions supplying the financial services should have a better image and confidence of the customers. Otherwise, they may not succeed. They have to focus on quality and innovation of their services. Then only they can build credibility and gain the trust of the കസ്റ്റമേഴ്സ്. ഇവിടെ നമ്മൾ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കുന്നു. ഈ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ നേച്ചറും നമുക്ക് മനസ്സിലാകും. നേച്ചർ അഥവാ സ്വഭാവം നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് ഇൻടാഞ്ചിബിലിറ്റി. ഫിനാൻഷ്യൽ സർവീസസിനെ നമുക്ക് തൊട്ടു നോക്കാനോ കണ്ണുകൾ കൊണ്ട് കാണാനോ സാധിക്കത്തില്ല. അതാണ് ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ ഈ ഫിനാൻഷ്യൽ സർവീസസിനെ നമുക്ക് ഒരേ രീതിയിൽ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. വീണ്ടും പുനർനിർമ്മാണം നടത്താനായിട്ട് സാധിക്കില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ്, ഇപ്പോൾ സോണിയുടെ ഒരു ലാപ്ടോപ്പ്, സോണി കമ്പനി ആ ലാപ്ടോപ്പ് ഒരേ രീതിയിൽ ഒരേ ക്വാളിറ്റിയിലും ഒരേ സൈസിലും ഒക്കെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട്, അതാണ് സ്റ്റാൻഡർഡൈസ് എന്ന് പറയുന്നത്, ഒരേ രീതിയിൽ എവിടെ വേണമെങ്കിലും ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും നിർമ്മിച്ച് നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ സോണിയുടെ ലാപ്ടോപ്പുകളെല്ലാം ഒരേ രീതിയിലായിരിക്കും കസ്റ്റമേഴ്സിന് ലഭിക്കുക, ഒരു വ്യത്യാസവും കാണത്തില്ല. പക്ഷെ അതേപോലെ ഈ ഒരു ഫിനാൻഷ്യൽ സർവീസിന് ഇതൊരു സർവീസാണ്, സേവനമാണ്. അപ്പോൾ ആ സേവനത്തെ ഒരേ രീതിയിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് ഒരിക്കലും ഇത് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. ഇനി അടുത്തതായി പറയുന്നത്, ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. മാത്രമല്ല കസ്റ്റമേഴ്സിൻ്റെ കോൺഫിഡൻസ്, അവരുടെ ആത്മവിശ്വാസം കൈവരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ അവർക്ക് നല്ലൊരു രീതിയിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അങ്ങനെയല്ല, കസ്റ്റമേഴ്സിൻ്റെ കോൺഫിഡൻസ് വിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നല്ലൊരു ഇമേജ് ഈ ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇല്ല എങ്കിൽ അവർക്ക് ഒരിക്കലും സക്സസ് ആവാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും വിജയിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എപ്പോഴും ക്വാളിറ്റിയിലും ഇന്നൊവേഷനിലും ശ്രദ്ധിക്കണം. അതായത് അവർ നൽകുന്ന സർവീസസിൻ്റെ ക്വാളിറ്റി, ഗുണമേന്മ, അതേപോലെ തന്നെ ഇന്നൊവേഷൻ എന്ന് വെച്ചാൽ എപ്പോഴും ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അതിനകത്ത് ഒത്തിരി മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കണം. ഇന്നൊവേഷനിൽ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ മേഖലയിൽ വിജയിക്കാനായിട്ട് സാധിക്കൂ. എങ്കിൽ മാത്രമേ ഇവർക്ക് കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസവും അല്ലെങ്കിൽ അവരുടെ ഒരു ആത്മവിശ്വാസവും ഒക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് വെച്ചാൽ ഇൻടാഞ്ചിബിലിറ്റിയാണ്. ഇത് കാണാൻ സാധിക്കുന്നതല്ല, തൊട്ട് നോക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് ഇൻടാഞ്ചിബിലിറ്റി. സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക് ഈസ് ഇൻസെപ്പറബിലിറ്റി. Both production and supply of financial services have to be performed simultaneously. Hence, there should be perfect understanding between the financial service institutions and its customers. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് ഇൻസെപ്പറബിലിറ്റിയാണ്. അതായത് ഇവിടെ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ പ്രൊഡക്ഷനും സപ്ലൈയും ഒരേ സമയം നടക്കുകയാണ്. അതായത് ഇതിൻ്റെ ഉൽപ്പാദനവും അതോടൊപ്പം തന്നെ ഇതിൻ്റെ വിതരണവും ഒരേ സമയം നടക്കുകയാണ്. ഇതൊരു സർവീസാണ്. അതുകൊണ്ട് തന്നെ ഈ ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും കസ്റ്റമേഴ്സും തമ്മിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. ഞാനിത് വ്യക്തമാക്കാൻ പോകുന്നത് മറ്റൊരു ഉദാഹരണത്തിലൂടെയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ആണെന്ന് വിചാരിക്കും. ഇതൊരു ഫിനാൻഷ്യൽ സർവീസാണ്, സേവനമാണ്. പ്രോഡക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു കാറ് നിർമ്മിക്കുന്നു. ഇപ്പോൾ ബെൻസിൻ്റെ കാറ് ഏത് മോഡലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോഡൽ നമ്മൾ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന് ശേഷമാണ് അത് വിതരണം ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ആ പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ അത് മാനുഫാക്ചർക്ക് ആ കസ്റ്റമറിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ഒക്കെ ഒത്തിരി സമയം ലഭിക്കും, അതിനുള്ള സാവകാശം ലഭിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഫിനാൻഷ്യൽ സർവീസ് എന്ന് വെച്ചാൽ
പ്രൊഡക്ഷനും സപ്ലൈയും ഒരേ സമയമാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഇന്നൊവേറ്റീവായിട്ടുള്ള ഐഡിയാസൊക്കെ ഒരേ സമയം തന്നെ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് വരും. കസ്റ്റമറിനെ അപ്പം തന്നെ ആ സ്പോട്ടിൽ തന്നെ നമ്മളിത് സേവനം കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ കസ്റ്റമറിനെ ഇംപ്രസ് ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫിനാൻഷ്യൽ സർവീസ് സെല് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ച് അങ്ങനെയല്ല, അത് ടാഞ്ചിബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് നിർമ്മിച്ച് പിന്നീട് നമുക്കത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് അത് സെല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഇൻസെപ്പറബിലിറ്റി എന്ന് പറഞ്ഞ ഈ ക്യാരക്ടറിസ്റ്റിക് ഫിനാൻഷ്യൽ സർവീസിനുണ്ട്. അതായത് വേർതിരിച്ച് നിർത്താൻ സാധിക്കില്ല. പ്രൊഡക്ഷനും അതിൻ്റെ സപ്ലൈയും ഒരേപോലെ ഒരേ സമയത്ത് നൽകണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. Third characteristic of financial services, perishability. Like other services, financial services also require a match between demand and supply. Services cannot be stored. They have to be supplied when customers need them. ഫിനാൻഷ്യൽ സർവീസിൻ്റെ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് പെരിഷബിലിറ്റിയാണ്. പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് ഈ ഫിനാൻഷ്യൽ സർവീസ്. മറ്റ് സർവീസുകളെ പോലെ തന്നെ ഫിനാൻഷ്യൽ സർവീസസിനും ഈ ഡിമാൻഡും സപ്ലൈയും തമ്മിലൊരു മാച്ച് വേണം, ഒരു യോജിപ്പ് വേണം. കാരണം ഡിമാൻഡ് എത്രയാണോ അതിനനുസരിച്ചായിരിക്കണം സപ്ലൈ. ഇവിടെ സർവീസസിന് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ, ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് നേരത്തെ ഡിമാൻഡിനനുസരിച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് വെക്കാം. ഇവിടെ അങ്ങനെയല്ല. എത്ര ഡിമാൻഡ് ഉണ്ടോ അപ്പോൾ തന്നെ നമ്മളത് പ്രൊഡ്യൂസ് ചെയ്ത് സപ്ലൈ ചെയ്യും വേണം. അതാണ് സർവീസിൻ്റെ പ്രത്യേകത. അത് പെരിഷബിൾ നേച്ചർ ആയതുകൊണ്ട് നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനോ ഒന്നും സാധിക്കത്തില്ല. നമ്മൾ കസ്റ്റമറിൻ്റെ മുമ്പിൽ നേരിട്ട് തന്നെയാണ് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കസ്റ്റമേഴ്സിന് എപ്പോൾ ആവശ്യമുണ്ട് അപ്പോൾ തന്നെ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ നമുക്കുള്ള ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. Fourth characteristic of financial services, variability. In order to cater a variety of financial and related needs of different customers in different areas, financial service organizations have to offer a wide range of products and services. This means the financial services have to be tailor-made to the requirements of customers. The service institutions differentiate their services to develop their individual identity. ഫിനാൻഷ്യൽ സർവീസിൻ്റെ മറ്റൊരു പ്രത്യേകത അഥവാ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് വേരിയബിലിറ്റിയാണ്. അതായത് കസ്റ്റമേഴ്സ് പല സ്ഥലങ്ങളിലുള്ളവരാണ്, പല തരത്തിലുള്ളവരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻസും അതേപോലെ തന്നെ പല തരത്തിലുള്ള പ്രോഡക്ട്സും സർവീസസും ഓഫർ ചെയ്യേണ്ടതായിട്ടുണ്ട്, നൽകേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഓരോ കസ്റ്റമേഴ്സിനും അനുയോജ്യമായ രീതിയിൽ വേണം ഫിനാൻഷ്യൽ സർവീസസ് നൽകാനായിട്ട്. അതുകൊണ്ടാണ് ഇതിനെ ടെയിലർ മെയ്ഡ് എന്ന് പറയുന്നത്. ടെയിലർ മെയ്ഡ് നമുക്കറിയാം, നമ്മൾ റെഡിമെയ്ഡ് ഷർട്ട് വാങ്ങുന്നതും ഒരു ഷർട്ട് നമ്മുടെ പാകത്തിന് തയ്ക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഷർട്ടിനുള്ള തുണി വാങ്ങി തയ്ക്കുന്നതിനെ നമ്മൾ ടെയിലർ മെയ്ഡ് എന്ന് പറയും, മറ്റേത് റെഡിമെയ്ഡാണ്. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസസ് എപ്പോഴും ടെയിലർ മെയ്ഡ് ആയിരിക്കണം, കസ്റ്റമറിൻ്റെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലായിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ കടയിൽ പോയി ഒരു ഷർട്ട് മേടിക്കുമ്പോൾ, റെഡിമെയ്ഡ് ഷർട്ട് മേടിക്കുമ്പോൾ അത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു അളവിൽ ഒക്കെ തയ്ച്ചു വെച്ചിരിക്കുന്നതാണ്. പക്ഷേ നമ്മൾ തുണി മേടിച്ച് കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ആ തയ്യൽക്കാരൻ നമുക്ക് അനുയോജ്യമായ രീതി, നമ്മുടെ കൃത്യമായ അളവിൽ തയ്ച്ചു തരും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഒരു ഫിനാൻഷ്യൽ സർവീസസ് എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ടെയിലർ മെയ്ഡായി നൽകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമനുസരിച്ചുള്ള രീതിയിലായിരിക്കണം നമ്മൾ അത് നൽകേണ്ടത്, ഫിനാൻഷ്യൽ സർവീസ് നൽകേണ്ടത്. മാത്രമല്ല ഈ ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ സർവീസസിനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നൽകുന്നത്. കാരണം അവർക്കൊരു ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി, അവർക്ക് പ്രത്യേക ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് ഒരു ഫിനാൻഷ്യൽ സർവീസാണ്. ICICI എന്ന് പറഞ്ഞ ബാങ്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല സ്ഥാപനങ്ങളും മ്യൂച്വൽ ഫണ്ട്സിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഓരോന്നിനും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ട്. ഇപ്പോൾ ICICI പ്രൊവൈഡ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്, SBI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഓരോ സ്ഥാപനങ്ങളും അവരുടേതായ ഐഡൻറ്റിറ്റി നിലനിർത്താൻ വേണ്ടി ഈ സർവീസസിൽ ഒത്തിരി ഡിഫറൻസിയേഷൻ അഥവാ വ്യത്യസ്തത കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഫിനാൻഷ്യൽ സർവീസിനൊരു വേരിയബിലിറ്റി, വ്യത്യസ്തത ഉണ്ട്. Fifth characteristic of financial services, dominance of human element. Financial services are dominated by human element. Thus, financial services are labor intensive. It requires competent and skilled personnel to market the quality financial products.
ഫിനാൻഷ്യൽ സർവീസിൻ്റെ അഞ്ചാമത്തെ ക്യാരക്ടറിസ്റ്റിക് അഥവാ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഹ്യൂമൻ എലമെൻ്റ് ഒരു ഡോമിനൻസ് ഉണ്ട്. അതായത് മനുഷ്യരുടെ പ്രയത്നം അഥവാ മനുഷ്യരുടെ ഇടപെടൽ ഇതിനകത്ത് വളരെയധികം ഉണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യർ ഇതിനകത്ത് ഒത്തിരി ആധിപത്യം പുലർത്തുന്നു, മനുഷ്യരുടെ സേവനം. അതുകൊണ്ട് തന്നെ ഈ ഫിനാൻഷ്യൽ സർവീസിനെ നമ്മൾ ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഫിനാൻഷ്യൽ സർവീസസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കമ്പീറ്റൻ്റ് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള, എന്നുവെച്ചാൽ വളരെ യോഗ്യതയുള്ള അല്ലെങ്കിൽ കഴിവുകളുള്ള മനുഷ്യരെ അല്ലെങ്കിൽ വ്യക്തികളെ ആവശ്യമുണ്ട് ഈ ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് നൽകാനായിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള, കമ്പീറ്റൻ്റ് ആയിട്ടുള്ള പേഴ്സണൽസിനെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞു ഫിനാൻഷ്യൽ സർവീസസ് ലേബർ ഇൻറ്റൻസീവ് എന്ന്. അപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിൽ രണ്ട് ടേംസ് ഉണ്ട്, ലേബർ ഇൻറ്റൻസീവ് ഉണ്ട്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഉണ്ട്. അപ്പോൾ ലേബർ ഇൻറ്റൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ യൂസ് ചെയ്യേണ്ടി വരുന്ന ഒരു ബിസിനസ് മോഡലാണ് ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് വെച്ചാൽ അവിടെ തൊഴിലാളികൾ അല്ലെങ്കിൽ എംപ്ലോയീസ് കുറവ് മതി, പക്ഷേ ക്യാപിറ്റലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇവിടെ ഫിനാൻഷ്യൽ സർവീസിൻ്റെ കേസിൽ ഇത് ലേബർ ഇൻറ്റൻസീവ് ആണ്. ഇവിടെ പൈസയല്ല കൂടുതൽ ആവശ്യം, പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം സ്കിൽഡ് ആയിട്ടുള്ള, കമ്പീറ്റൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ് ഇവിടെ കൂടുതൽ ആവശ്യം. അതുകൊണ്ടാണ് ഫിനാൻഷ്യൽ സർവീസസ് ലേബർ ഇൻറ്റൻസീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഫിനാൻഷ്യൽ സർവീസസിൽ ഹ്യൂമൻ എലമെൻറ്റിൻ്റെ ഒരു ഡോമിനൻസ് ഉണ്ട്. ഇതാണ് അഞ്ചാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. Sixth characteristic of financial service is information based. Financial service industry is an information based industry. It involves creation, dissemination and use of information. Information is an essential component in the production of financial services. ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ആറാമത്തെ ക്യാരക്ടറിസ്റ്റിക് അഥവാ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇൻഫർമേഷൻ ബേസ്ഡ് ആണ്. വിവര സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ബേസ്ഡ് ഇൻഡസ്ട്രിയാണ്. ഓരോ വിവരങ്ങൾക്കനുസരിച്ചാണ് ഈ ഇൻഡസ്ട്രിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ ഇൻഫർമേഷൻ്റെ ക്രിയേഷനുണ്ട്, ഡിസമിനേഷനുണ്ട്, അതേപോലെ യൂസും ഉണ്ട്. അതായത് നമുക്ക് കസ്റ്റമേഴ്സിന് നൽകാൻ സാധിക്കുന്നത്. ഫിനാൻഷ്യൽ സർവീസ് എന്താ ചെയ്യുന്നത്? നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഞങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഇൻഫർമേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു, ഡിസമിനേറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ പല ഇൻഫർമേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇതാണ് ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്. ഇൻഫർമേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഡിസമിനേറ്റ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ ഉൽപ്പാദനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഘടകമാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഫിനാൻഷ്യൽ സർവീസസ് മോർ ഇൻഫർമേഷൻ ബേസ്ഡ്. ഇത് ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്, അല്ലെങ്കിൽ ഒരു സവിശേഷതയാണ്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ്. I hope all of you have understood the topic characteristics or nature of financial services quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.